സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും. വഹാബിസം എട്ടായി പൊട്ടിയ ശേഷം പരസ്പരം മുശ്രിക്കും കാഫറുമാക്കുന്നത്. മുമ്പ് സുന്നികളെ മുശ്രിക്കാണ് കാഫറാണെന്ന് പറഞ്ഞവർക്ക് യാതൊരു ഉടുപ്പുമില്ലാതെ ഇന്ന് അവർ സ്വന്തം സമൂഹത്തിനെ മുശ്രിക്കും കാഫറുമാക്കുന്നത് കാണുക. എന്നിട്ട് ഇവിടെ സുന്നികൾ ഒരാൾ പോലും ഒരു സുന്നിയും മുശ്രിക്കാണെന്ന് പറയുന്നില്ല. അപ്പോൾ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോവുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതാണ് ഇവരവസ്ഥ. ഇന്നും സുന്നികൾ മുശ്രിക്കാണ്, കാഫറാണ്, സുന്നി പള്ളി അമ്പലമാണെന്ന് പറയുന്ന വഹാബി പുരോഹിതന്മാർ, അവിടുത്തെ ഉസ്താദുമാർ അമ്പലത്തിലെ പൂജാരിമാരാണെന്ന് പറയുന്നു. അത് വ്യക്തമാക്കുന്ന ഒരു അപ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് അവരെ മൗലവിമാർ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഖീദ എന്താണ് എന്ന് തിരിച്ചു ചോദിച്ചാൽ നിങ്ങളുടെ ആ നഗ്നത നിങ്ങൾക്ക് വ്യക്തമാകും. കാരണം കേനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ നേതൃത്വം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണ്? നിങ്ങൾ ശിർക്കിലാണ്. തിരിച്ചിങ്ങോട്ട് പറയുന്നത് നിങ്ങൾ ഷിയാക്കളെക്കാൾ പിഴച്ച വാദം പറയുന്നവരാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ അഖീദയുടെ വിഷയത്തിൽ കേന്നുകാരെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? വേറെ പല പണി നോക്കലെ തോപ ഒരു കത്ത് മനസ്സിലായോ? ആദർശപ്പുറത്തിലേക്ക് വരി. അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ ജിന്നുകളെ പേടിക്കുന്ന നിങ്ങളെ ഞങ്ങളെ പേടിക്കൂല. അള്ളാഹുടെ തൊഴിലമാര് ജിന്നോട് തൊഴിൽ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല. കപടന്മാരാ നിങ്ങള്, ബഹുദൈവ വിശ്വാസികളാ നിങ്ങള്. അതൊക്കെ മാറ്റിയിട്ട് തൗഹീദിലേക്ക് സന്തോഷത്തോടെ കടന്നു വരൂ. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോൾ ചോദിക്കുക ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്? എന്നിട്ടോ തൊട്ടടുത്ത് തന്നെ നേരത്തെ പറഞ്ഞ നിർവചനം മാറ്റി ചെയ്ത് നാലാമനായി കടന്നു വന്ന ശ്രമഫലമായി മൂവസംഘം എത്തിപ്പെട്ടത് എവിടെയാ? ഒരുപാട് ഇലാഹകൾ അവർക്കുണ്ടായി. ജിന്നുകളെ മക്കളെ കൂട്ടിക്കൊടുത്തു, ജിന്നിന്റെയും മലക്കിന്റെയും സ്ഥാനം കൂട്ടി. അത്ര മോശക്കാർ അവരെത്തിപ്പെട്ടത് അവിടെ ഒരുപാട് ഇലാഹുകളുണ്ട് എന്ന് പറഞ്ഞു. 313 ബദരീങ്ങളെ സുന്നികൾ ഇലാഹാക്കി എന്ന് പറഞ്ഞ വഹാബികളാണ് ഇപ്പം പറയുന്നത്. ഒരുപാട് ഇലാഹുണ്ട് എന്ന് ഫൈസൽ മൗലവിയാണ് പറയണത്. അവിടെ എത്തിപ്പെട്ടു മുജാഹിദ് പ്രസ്ഥാനം എന്ന്. ആരെ പറ്റി പറയണ? സുന്നികളെ പറ്റിയല്ല, സ്വന്തം അനുയായികളെ പറ്റി. എന്ന് വന്നു. അത് ലോകത്ത് ആദ്യമായി പഠിപ്പിച്ചത് ഇസ്ലാമിക് മിഷൻ എന്ന ഈ ശിർക്കിന്റെ കൂടാരമാണ് എന്ന് പറയാൻ തിരുത്താത്ത കാലഘട്ടത്തോളം മുജാഹിദുകൾക്ക് മടിയില്ല കേട്ടോ, മടിയില്ല. സൂക്ഷിച്ചോളൂ അനസ് മൗലവി. തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകനാരും മനക്കില്ലാതെ ഒരു വാക്കും നിങ്ങൾ ധരിക്കുന്നില്ല. എല്ലാം ഈ അനസ് മൗലവിയാണ് സക്കരിയ മൗലവിൻ്റെ മേൽ മുബാഹല നടത്തി അവസാനം എന്താക്കി? അള്ളാഹ് സത്യം സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞത്. അള്ളാഹ് സത്യം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ സക്കരിയ മൗലവി മരിച്ചുപോയി. കാരണം മൂപ്പരെ മുബാഹലയിൽ വിജയിച്ചതാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ, പരത്തിയാൽ അത് കാണാം. നിങ്ങൾക്ക് താൽക്കാലികമായി സംഘടനാ സംവിധാനങ്ങളും സൗകര്യങ്ങളും കിട്ടിയേക്കാം. പൂജ ചെയ്തു, സേവ നടത്തി. അപ്പൊ ശൈത്താൻ വന്നു, ഉത്തരം കിട്ടി. അങ്ങനെ ശൈത്താൻ ഉദ്ധരിച്ചു, ശൈത്താനെ കൊണ്ട് നബിയെ ഉപദ്രവിച്ചു എന്നാണ് ഫൈസല് മുസ്ലിയാർ. അദ്ദേഹവും അദ്ദേഹത്തെ പോലെ ആ വിശ്വാസം തീർന്നവരുണ്ടെങ്കിൽ കാഫറാണ്, മുശ്രിക്കാണ് തന്നെ ഞാൻ പറഞ്ഞത്. മാത്രല്ല സുഹൃത്തുക്കളെ, മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന് വാദിക്കുന്ന വടവൂരികളാണ് യഥാർത്ഥത്തിൽ ശിർക്കിലേക്ക് പോയിട്ടുള്ളത്. മടവൂരികളെ മുശ്രിക്കാതെ എന്ന് അള്ള പഠിപ്പിച്ച് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ച ഈ വാദം ശിർക്കല്ല എന്ന് വാദിക്കുന്ന ഭൂമി ലോകത്തെ ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് വിസ്തം വിഭാഗമാണ്. മനസ്സിലാക്കണം. അള്ള പറയുന്നത് തിരിച്ച് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ അഖീദ എന്താണ് എന്ന് തിരിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ ആ നഗ്നത നിങ്ങൾക്ക് വ്യക്തമാകും. കാരണം അത് വ്യക്തമാകും. നഗ്നത വ്യക്തമാകാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളും പറയും മുശ്രിക് ശിർക്കാണെന്ന് പറയും, നമ്മളും പറയും ശിർക്കാണെന്ന് പറയും. ശിർക്കിൽ കുറച്ചൊന്നുമില്ല, കുഫറിനെ കാട്ടിൽ എത്രയോ അങ്ങേ അറ്റാണ് കേട്ടോ ശിർക്ക്. അപ്പോൾ ഇതാണ് ഇവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. പരസ്പരം മുശ്രിക്കാക്കുക.
സുന്നികളുടെ ഇടയിലുള്ള അഭിപ്രായം പരസ്പരം ആരും മുശ്രിക്ക് എന്ന് പറയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ അടിസ്ഥാന ശാഖാപരമായ വ്യത്യാസങ്ങളുണ്ട്. അത് രാഷ്ട്രീയത്തിലുള്ള വ്യത്യാസം. ഇതങ്ങനെയല്ല, പരസ്പരം മുശ്രിക്കാക്കുക ചെയ്യുന്നത്. കാരണം ചെയ്തി നോക്കിയിട്ടാണ് ഷിർക്ക് തീരുമാനിക്കുന്നത്. ഷിർക്കും തൗഹീദും വിശ്വാസത്തിലുള്ളതാണ്. ഇത് ഇവർക്കറിയില്ല. ഇതായിരുന്നു ഇവർ കാലമത്രത്തോളം സുന്നികളെ മേൽ ആരോപിച്ച് കാണ്ട് ഇപ്പം എന്താണ് അത് വേണ്ടില്ലായിരുന്നു, സുന്നികളെ മേൽ ആരോപിക്കേണ്ടില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ സത്യം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മദരിക്കും അറിവുകൾ ഷെരീഫ് കെ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ലൈക്ക് ചെയ്യുക. അത്രമാത്രം.